കൊനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കുരങ്ങില്ലേ പണ്ട് വൈറലായിട്ടുള്ള, അതിനെ കാണാൻ പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, വെൻഡിങ് മെഷീൻ്റെ അവിടെ പെറ്റ് ബോട്ടിലൊക്കെ ശേഖരിക്കുന്ന ഒരാളെ കണ്ടോ. അപ്പോൾ ആൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 പേരായിരിക്കും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒരാൾ വണ്ടി ഉന്താനും മറ്റേ ആൾ കളക്ട് ചെയ്ത് വെക്കാനും ഒക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ ജപ്പാനിലെ ജോലിയുടെ സ്പീഡിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഭയങ്കര സ്പീഡിലാണ്. അതുപോലെ ഒരാൾ മതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ചിലപ്പോൾ എല്ലാ വെൻഡിങ് മെഷീനിലെ ആൾ തന്നെയായിരിക്കും എടുക്കണം ആ സ്റ്റേഷനിൽ, അങ്ങനെയൊക്കെ. എന്തായാലും നമ്മളിവിടെ നേരെ ഇച്ചിഗാവ സൂയിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അവിടെ വെച്ചാണ് നമ്മുടെ വൈറൽ താരം പഞ്ചിൻ്റെ കഥയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചി വഴിയാണ് അറിഞ്ഞത് ഇങ്ങനൊരു വൈറൽ സംഭവം ഉണ്ടായെന്ന്. അപ്പോൾ ആ സമയത്ത് നാട്ടിലായതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും അത് കാണാനും അറിയാനും ഒക്കെ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു. സന്തോഷം. എന്തായാലും കുട്ടിക്കുരങ്ങ് ഇപ്പോൾ വലുതായി കാണും, 1 ഇയർ എന്തായാലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞാനും. അങ്ങനെ ട്രെയിനൊക്കെ കയറി ഇച്ചിഗാവ സൂയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം ഇവിടുന്ന് നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ലാതെ പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉച്ച സമയമൊക്കെ ആയി, എന്നാലും നല്ല തിരക്കായിരുന്നു. അപ്പം ഇത്രയും തിരക്കിനിടയ്ക്കും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നിട്ട് പോകുള്ളൂ, അല്ലാണ്ട് ഇടയ്ക്ക് കയറുമോ തിക്കോ തിരക്ക് കൂട്ടോ അങ്ങനെയൊന്നുമില്ല. അതേ സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ, ആൾ ഈ തിരക്കിനിടയ്ക്ക് കയറാതെ എല്ലാവരും പോയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പഞ്ചിനെ പറ്റി അറിയാത്ത കുറേ പേര് കാണും കേട്ടോ. ഇച്ചിഗാവ സൂയിൽ ഒരു കുട്ടിക്കുരങ്ങുണ്ടായി. അതിന് അമ്മയുടെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ അതിനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഈ ലോകം മുഴുവൻ അതിനെ ഏറ്റെടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ കഥ. ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ കാരണങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ നമുക്ക് വഴിയേ വരാം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറാനായിട്ട് നിന്നു. ഇച്ചിഗാവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിനോ അല്ലെങ്കിൽ നടന്നൊക്കെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ട് എനിക്ക് ലൊക്കേഷൻ നോക്കി ഒന്നും പോകാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചോദിച്ചാണ് പോകുന്നത്, തെറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാര്യം ജപ്പാനിൽ ഒത്തിരി വർഷം ആയെങ്കിലും എനിക്ക് ഇടയ്ക്ക് ട്രെയിനൊക്കെ മാറി പോകാറുണ്ട് കേട്ടോ. ഇൻ്റർനെറ്റൊക്കെ നോക്കി പോകാണെങ്കിൽ കുഴപ്പമില്ല. ഇത്തവണ വന്നപ്പോഴാണ് മിക്കവാറും ഇങ്ങനെ എനിക്ക് ഇടയ്ക്ക് മാറിപ്പോക്കെ തെറ്റിപ്പോക്കൊക്കെ സംഭവിക്കണം. അപ്പോൾ എന്തായാലും ഇച്ചിഗാവ സ്റ്റേഷനിൽ എത്താൻ പോവാണ്. അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ, കെട്ടിടങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് വന്നു. ഈ ചൂടത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ വന്നു. സ്റ്റേഷനിൽ ഇറങ്ങി. എന്തോ ഈ ഒരു ഉച്ച സമയത്ത് നല്ല തിരക്കായിരുന്നു. ഏത് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്താണ്, വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, പക്ഷെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ കണ്ടോ ആനയും കുഞ്ഞുമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രസമാണ്, കണ്ടാണ് ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ആ സ്റ്റേഷനിലെത്തി. നമ്മൾ പല സ്റ്റേഷനുകളിൽ പോകുമ്പോഴും പല രൂപത്തിലൊക്കെ ആയിരിക്കും കേട്ടോ പല സ്റ്റേഷനുകളൊക്കെ ഇരിക്കുന്നത്. പ്രത്യേക ചില സ്റ്റേഷനുകളൊക്കെ ഭയങ്കര നമുക്ക് കംഫേർട്ട് തരും, ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര തിങ്ങി ഞെരുങ്ങി ആൾക്കാർ പോകുന്ന അങ്ങനത്തെ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്ന് വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പിന്നെ വഴി ചോദിച്ച് കയറാമെന്ന് വിചാരിച്ചു. നെറ്റ് സ്ലോ ആണല്ലോ. അപ്പോൾ ഞാൻ നേരെ ന്യൂ ഡേയ്സിലേക്ക് കയറി. അവിടെ നിന്ന് നമുക്ക് വെള്ളം എടുക്കാനുണ്ട്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഈ പണ്ടൊന്നും ജപ്പാനിൽ ഇത്രയും ചൂടൊന്നുമില്ല, ഇപ്പോഴാണ് ഇത്രയും ഭയങ്കര ചൂട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വെള്ളം തപ്പാൻ നോക്കുകയാണ്. അപ്പോൾ ഒനിഗിരിയൊക്കെ ഇരിക്കുന്നത് കണ്ടു, കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഒനിഗിരി ഒന്നും എടുത്തില്ല. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി തണുത്തൊരു വെള്ളം എടുത്തു. ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ എടുത്തത്. അവിടെ തന്നെ കുടിച്ചിട്ട് അവിടെ തന്നെ കളയാലോ, അല്ലെങ്കിൽ ബോട്ടിലും പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബാക്കി മേടിക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. എന്നെ ഒത്സുരി എന്ന് പറഞ്ഞിട്ട് ബാക്കി മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് വിളിച്ചു. അങ്ങനെ ഞാൻ ബാക്കി മേടിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും അവിടെ ആംബുലൻസും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ആരോ ബോധമില്ലാതെ അവിടെ നിന്ന് വീണു. ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജപ്പാൻകാരിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ആ പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സൈഡിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നമുക്ക് ഏത് ലൈനിലെ ബസ്സാണ് കയറേണ്ടതെന്നൊക്കെ നോക്കണമായിരുന്നല്ലോ. അങ്ങനെ ആ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും പോലീസുകാർ യൂസ് ചെയ്യുന്ന 2 വീലറുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. 2 വീലറിലൊക്കെ പോലീസുകാർ വരാറുണ്ട്. അതുപോലെ കോട്ട് സൂട്ട് ഇട്ട ആൾക്കാർ സൈക്കിളിലൊക്കെ പോകാറുണ്ട്. നമുക്ക് ചിലപ്പം കൗതുകം തോന്നിയേക്കാം, പക്ഷേ അങ്ങനെയൊക്കെ അവർ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നാണ്. തൊട്ട് ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനും ആയിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് കോബാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ ബസ്സിൻ്റെ. അങ്ങനെ ഒരാളോട് ഞാൻ ചോദിച്ചു. ആളപ്പം നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരനാണ് കേട്ടോ എനിക്ക് വഴി പറഞ്ഞു തന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള ആളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ബസ് കയറാനായിട്ട് പോയി. 2 ബസ് കയറിയായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ടത്. കാരണം സൂവിലേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ യാത്ര അവിടെ വെച്ച് ഉപേക്ഷിച്ചു.
എന്നിട്ട് നമുക്കിന്ന് ഗുമ്മയിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ ഞാൻ ആ യാത്ര കുറച്ച് നേരത്തെ ആക്കി. അതെന്തായാലും സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വൈകിട്ടാണ് ഇവിടുന്ന് ബസ് കയറുന്നത്. ഗുമ്മയിൽ സ്റ്റേ ചെയ്യാൻ പാകത്തിന് ബാഗിൽ സാധനങ്ങളാക്കിയിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടം വരെ വളരെ ശരിയാണ്. അപ്പോൾ ഞാൻ ബെർത്തിൽ വെച്ചു. എന്നിട്ട് എനിക്കിരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല സ്ഥലം കിട്ടി, അവിടെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാഗിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ബാഗ് കയ്യിലുണ്ടെന്നുള്ള മൈൻഡിലൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ നമ്മൾ ഷിഞ്ചുക്കു ചെന്നിട്ട് കുക്കി, തത്തേബാഷി, ഓത്ത അങ്ങനെയായിരുന്നു പോകേണ്ടത്. കുക്കി സ്റ്റേഷൻ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അതുപോലെ ഭയങ്കര തിരക്കുമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ തിരക്കിനിടയ്ക്ക് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി നിന്നു. അങ്ങനെ കാത്തു നിന്ന് ട്രെയിൻ കിട്ടി കേട്ടോ. കുക്കിയിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്ന ലിമിറ്റഡ് എക്സ്പ്രസ് ഉണ്ട്, അതിന് കയറി ഓത്തയിലെത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് 850 ജാപ്പനീസ് തന്നെയാണ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും നേരത്തെ എത്തണ്ട, അല്ലെങ്കിൽ ഒരുപാട് താമസിക്കുമായിരുന്നു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നിന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. സീറ്റ് എന്തായാലും കിട്ടും. അങ്ങനെ അതിനകത്ത് കയറി നല്ല സ്പീഡിൽ നമ്മൾ പെട്ടെന്ന് എത്തും കേട്ടോ. അല്ലെങ്കിൽ 2-2.5-3 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അതിലേക്ക് കയറി ഇരിക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറം ജാപ്പനീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 5th കാറിലാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ കയറിയിരുന്ന് അധികം കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം പുറത്തേക്ക് നോക്കുമ്പോഴും വലിയ കാര്യമായിട്ട് നമുക്കൊന്നും ക്യാമറയിലൊന്നും കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് കാണാമായിരുന്നു ലൈറ്റുകളും വീടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഞാൻ ഞെട്ടിപ്പോയത്. എൻ്റെ ബാഗ്, നമ്മൾ ആ ബെർത്തിൻ്റെ മുകളിൽ വെച്ച ബാഗില്ലേ, അത് എൻ്റെ കയ്യിലില്ല. എനിക്ക് ഭയങ്കര ഷോക്കായി പോയിട്ട് എനിക്ക് എന്തോ കയ്യിലില്ലാത്ത പോലത്തെ ഒരു മിസ്സിങ് ഫീൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം എൻ്റെ അത്യാവശ്യം ഡ്രൈവർ ലൈസൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നുള്ള ഇത് തിരിച്ചു പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. ഞാൻ ഒത്തയിലുണ്ടായിരുന്നു കേട്ടോ, ഇസുമി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ വന്നു. അങ്ങനെ രാവിലെ ആയിട്ടോ, ടെൻഷനായിട്ടാണ് കിടന്നുറങ്ങിയതൊക്കെ, ചെറിയ ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ഇനി നേരെ നമ്മൾ JR ലൈൻ കുക്കിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാഗിൻ്റെ കാര്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചു മേടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നല്ല ക്ഷീണം, എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ എന്നുള്ള ഒരു സംഭവം. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നിഷി കൊയ്സുമി സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ കുക്കിയിലേക്ക് പോകാനായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ. ഓത്ത് ചെന്നിട്ട് അവിടെ നിന്ന് കുക്കിയിലേക്ക്. അങ്ങനെ ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ 9:20 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഷൻ തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് കുറവായിരുന്നു കേട്ടോ. ബാലൻസ് കുറവാണ്. റീചാർജ് ചെയ്യാനായിട്ട് അവിടെ ആ മെഷീനൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെസിപ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് അടുത്ത സ്റ്റേഷനിൽ കാണിച്ചാൽ മതി. നമുക്ക് എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ചില സ്റ്റേഷനുകളിൽ. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് നമുക്ക് 9:30 ട്രെയിൻ കാണുമായിരിക്കും. 1 മണിക്കൂർ ഇടവിട്ട് ട്രെയിൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. എപ്പോഴും ട്രെയിനുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കി. അപ്പോൾ 9:30 ട്രെയിൻ ഉണ്ടെന്ന് കണ്ടു. നമ്മളിവിടെ വന്നപ്പോൾ 9:20 ആയിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ വന്നുകൊണ്ടിരുന്ന ടോം ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ടോമിന് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചു, ടോം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോം പറഞ്ഞു, എന്നാൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാം, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. കറക്റ്റ് ട്രെയിൻ വന്ന് ഒരുമിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ട്രെയിനിൽ കയറിയില്ല. ടോമിനോട് പറഞ്ഞു ഓക്കെ വരാൻ പറഞ്ഞു. ടോമിന് അവിടെ നിന്ന് 20 മിനിറ്റ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ടോം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രെയിനിൽ കയറിയില്ല. ട്രെയിൻ അങ്ങ് പോയി. അങ്ങനെ കുറച്ച് നേരം വെളിയിൽ ടോമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ നഗോയയിലൊക്കെ ഒരുമിച്ച് പോയതും വീഡിയോസൊക്കെ ചെയ്തതും ഒക്കെ നിങ്ങൾ ചിലരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ടോം വന്നു. പിന്നെ ടോം ഭയങ്കര ബിസിനസ് സംബന്ധമായ കാര്യങ്ങളായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ടോം പറഞ്ഞു കുമഗായ സ്റ്റേഷനിൽ ഇറക്കാം, അവിടെയാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് പോവാം, അല്ലെങ്കിൽ കുക്കി ഇവിടെ നിന്ന് 2 മണിക്കൂർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ഹെൽപ്പ് ടോമിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ ഒരുമിച്ച് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട്. ഇന്ന് എനിക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുമഗായ സ്റ്റേഷനിൽ ടോമിനെ ഇറക്കി. അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ JR ലൈനിലേക്ക് കയറണം. അവിടെ ചെന്ന് അന്വേഷിച്ചാലേ ബാഗ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ സമയം പോവല്ലേ, ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. എനിക്ക് രാവിലെ ഹെവി ആയിട്ട് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒനിഗിരിയോ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. കുമഗായ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒമിയയിലേക്ക് പോകണം. ഒമിയ ചെന്നിട്ട് അവിടെ നിന്ന് നൊരിക്കായി, അതായത് ട്രാൻസ്ഫർ ആവണം എങ്ങോട്ട് കുക്കിയിലേക്ക്. അപ്പം അങ്ങനെയാണ് പോകാൻ പോകുന്നത്. കുക്കി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-12 മണിയായി കാണും. അപ്പം ഞാൻ എന്തായാലും അടുത്തുള്ളൊരു ഫാമിലി മാർട്ടിൽ പോയിട്ട് 2 ഒനിഗിരിയും 1 ഫാമി ചിക്കനും മേടിച്ചു. അപ്പം അത് ഫാമി ചിക്കൻ നമ്മൾ ഫാമിലി മാർട്ടിൽ ഇത്തവണ വന്നിട്ട് കയറിയിട്ടൊന്നുമില്ലല്ലോ. കൺവീനിയൻസ് സ്റ്റോർ നമ്മുടെ 7-ലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചു. ഇവിടെ വെച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്രെയിൻ വരാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ ഓണാക്കി ഒനിഗിരി കഴിക്കുകയാണ്. 2 ഒനിഗിരി ഉണ്ടായി, ചൂടാക്കി മേടിച്ചു. നല്ല ടേസ്റ്റുള്ള ഒനിഗിരിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മയണൈസും സാമൺ ഫിഷുമാണ്, ഫിഷിൻ്റെ ഒരു ഇതുമാണ്. അപ്പം അത് 2 എണ്ണം അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഫാമി ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, പിന്നെ വെള്ളം ആദ്യമേ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചു കേട്ടോ, അതാണ് കുറച്ച് കുറവ്. പിന്നെ ബാക്കി അവിടെ ഇരുന്ന് കുടിച്ചു. അങ്ങനെ ഒന്ന് ആസ്വദിച്ച് ഒരുപാട് നേരം ഇരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് അങ്ങ് തീർത്തു. അപ്പോഴേക്കും ട്രെയിൻ വന്നു, കറക്റ്റ് ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനകത്തേക്ക് ഷിമ്മിക്കൂട്ടിലേക്ക് കവറൊക്കെ ഇട്ട് ട്രെയിനിൽ കയറി കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നേരെ കുക്കി പോയി ചെന്ന് ഇറങ്ങിയിട്ട് അവരോട് സംസാരിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം എനിക്കിപ്പോൾ ഫോൺ നമ്പർ നെറ്റിലാണ് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഫോൺ നമ്പർ ആക്റ്റീവ് അല്ലല്ലോ, ഞാൻ സിം ഇട്ടിട്ടില്ല ഇതുവരെ ഫോണിലേക്ക്, കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് അവരോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെ കബാൻ ബാഗ് മറന്നുപോയി, കബാൻ വാസുരത്ത, അതുകൊണ്ട് അതെവിടെയാണെന്ന് അങ്ങനെ അന്വേഷിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല, നമ്പറില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ജൂയിച്ചിബാൻ, അതായത് 11ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കുക്കിയിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ട്രെയിൻ വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി സമയം പോകുന്തോറും എനിക്കൊരു ചെറിയ ടെൻഷൻ, നമ്മൾ അവിടെ നിന്ന് ബാഗൊക്കെ ചിലപ്പോൾ ദൂരത്തേക്കേ പോയേക്കണമെങ്കിൽ അവർക്ക് തിരിച്ച് കൊണ്ടേ തരുവാണോ, നമ്മൾ പോയി എടുക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കുക്കി സ്റ്റേഷനിൽ നിന്ന് കയറി. നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ആസ്വദിക്കാൻ പറ്റിയ അറിയത്തില്ല, നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതിയാണ് എല്ലാം വീഡിയോ എടുക്കണേ. നല്ല നമ്മുടെ നാടൊക്കെ പോലെ തോന്നിക്കുന്ന കാഴ്ചകളായിരുന്നു. എന്നാൽ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കി സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കോൾ ചെയ്ത് മാത്രം ഇട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ നിന്ന് അവരെ കോൾ ചെയ്ത് സംസാരിച്ചു. ബാഗിൻ്റെ നിറം ചോദിച്ചു, സൈസ് ചോദിച്ചു. നിറം എനിക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു ജാപ്പനീസിനോട് ഞാൻ ചോദിച്ചു ഇതെന്ത് നിറമാണെന്ന്, ഞാൻ ഫോട്ടോ കാണിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആൾ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അവരോട് സംസാരിക്കാനായിട്ട്. ആദ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് മനസ്സിലായി. പിന്നെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഏത് സ്റ്റേഷനാണെന്ന്. അപ്പോൾ കോണോസ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. കോണോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോണോസ് എനിക്കറിയാം, ഞാൻ അവിടെ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ജാപ്പനീസ് പറഞ്ഞു ചൊത്തമത്തെ പറയാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നോടെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കോണോസ് അല്ല കേട്ടോ, കനഗാവ കെന്നിലെ കോസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു, സ്റ്റേഷനിലായിരുന്നു നമ്മുടെ ബാഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, എന്നെ എർത്ത് വെക്കിൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ എർത്ത് വെക്കൊക്കെ വന്ന് ട്രെയിനൊക്കെ ഡിലേ ആവുകയാണ് ഇവിടെ ഇങ്ങനെ എഴുതി വരും കേട്ടോ, എന്താണ് കോസ്, മഴയാണോ എർത്ത് വെക്കാണോ അങ്ങനെയൊക്കെ. അപ്പോൾ എർത്ത് വെക്ക് ഇവിടെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്, അതൊരു പുതുമയൊന്നും അല്ല, സർവ്വസാധാരണമാണ്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ കനഗാവ കെന്നിലേക്ക് പോവുകയാണ്. കനഗാവ കെൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇനിയും 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. 2400 ജാപ്പനീസ് യെന്നാണ് വൺ സൈഡ്. അപ്പം പുറത്താണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, തിരിച്ചിങ്ങോട്ട് വരും, അത്രയും പൈസ ചിലവുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര നല്ലതായിട്ടാണ് പെരുമാറിയത്. ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അടയാളങ്ങളൊക്കെ പറഞ്ഞു, ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തു, അതെനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായിട്ടോ. ആക്ച്വലി യാത്ര ചെയ്ത് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, എന്നാലും കിട്ടിയില്ല. പിന്നെ എക്സിറ്റ് ചെയ്യേണ്ട വന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ പൈസ പേ ചെയ്യേണ്ട വന്നില്ല കേട്ടോ. നമ്മൾ അകത്തുനിന്ന് തന്നെ അടുത്ത സെയിം റൂട്ടിൽ അടുത്ത ട്രെയിൻ കയറി നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ ബാഗ് കിട്ടി സന്തോഷമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.